കേരളത്തെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ നാളുകളിൽ ദുരന്തങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. വയനാട് ദുരന്തത്തിന് ശേഷം ജെൻസൺ എന്ന സഹോദരന് സംഭവിച്ച അപകടവും തുടർന്നുണ്ടായ ജെൻസന്റെ മടക്കമില്ലാത്ത യാത്രയും കേരള ജനതയെ ഒന്നടങ്കം പിടിച്ചുകുലുക്കി. എന്നാൽ അതിന് ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ മറ്റൊരപകടം കൂടി. വാഹനാപകടം എന്ന വാർത്തയിൽ മാത്രം ഒതുങ്ങേണ്ടിയിരുന്ന, ആളപായങ്ങളൊന്നും തന്നെ സംഭവിക്കാനിടയില്ലാതിരുന്ന ആ അപകടം ഒരു കൊലപാതകമായി മാറിയിരിക്കുന്നു. മദ്യലഹരിയിൽ വാഹനമിടിപ്പിക്കുകയും അപകടം നേർക്കുനേർ കണ്ട് ബോധപൂർവം വീണുകിടന്നിരുന്ന ആളിന്റെ മുകളിലൂടെ വാഹനം കയറ്റിയിറക്കിക്കൊണ്ട് പോവുകയും ചെയ്യുക. മനുഷ്യൻ മൃഗതുല്യനായി മാറുന്നതിന്റെ നേർക്കാഴ്ച. അപകടത്തിന് കാരണമായ കാർ ഓടിച്ച അജ്മലിനൊപ്പം ഉണ്ടായിരുന്ന ശ്രീകുട്ടി ഒരു ഡോക്ടർ ആയിരുന്നു അത്രേ. വാഹനം മുന്നോട്ടെടുക്കാൻ ആവശ്യപ്പെട്ടതും ഇതേ ഡോക്ടർ തന്നെ. മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ഡോക്ടർ, ജീവനെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഒരു ഡോക്ടർ ഇത്തരത്തിലൊരു കാര്യത്തിന് മുതിർന്നത് അല്ലെങ്കിൽ ഒത്താശ നൽകിയത് അവരുടെ ഉള്ളിൽ ചെന്ന ലഹരിയുടെ കൂട്ടുപിടിച്ചുകൊണ്ട്. നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗവും മദ്യമല്ലാത്ത മറ്റ് ലഹരി വസ്തുക്കൾ വാഹനങ്ങളിൽ നിന്ന് കണ്ടെത്തുന്നതുമൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വാർത്തയായിക്കൊണ്ടിരിക്കുന്നു. മൈനാഗപ്പള്ളി നൌഷാദിന്റെ ഭാര്യ കുഞ്ഞുമോളുടെ ജീവൻ നഷ്ടമായതും അത്തരമൊരു വാർത്തയാണ്. മദ്യപിച്ചും മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചും വാഹനം ഓടിക്കുന്നവർക്കും അപകടം സൃഷ്ടിക്കുന്നവർക്കുമെതിരെ കൊലപാതക കേസ് തന്നെയാണ് നമ്മുടെ നാട്ടിൽ സ്വീകരിക്കേണ്ടത്. ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന ബോധത്തോടെ അതിന് മുതിരുന്നവരുടെ എണ്ണം ഇന്ന് ക്രമാതീതമായി വർദ്ധിക്കുന്നു. മദ്യം ഉപയോഗിച്ചാൽ പിടിക്കപ്പെടുന്നത് പോലെ MDMA പോലെയുള്ള മറ്റു മാരക ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ പിടിക്കപ്പെടില്ല എന്ന ധൈര്യം ഇതിന് വഴിയൊരുക്കുന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മുഹമ്മദ് ഇജാസ് എന്ന 26-കാരനും അഖില എന്ന 24-കാരിയും 32 ഗ്രാം MDMAയുമായി പിടിയിലായ സംഭവം നമ്മൾ കണ്ടതാണ്. ഇവിടെ പിടിയിലായ അജ്മൽ എന്ന വ്യക്തിക്ക് നിലവിൽ നിരവധി മറ്റ് പല കേസുകളും ഉണ്ടെന്നറിയുന്നു. മുന്നോട്ടുള്ള അന്വേഷണങ്ങളിൽ ഇത് മറ്റ് പല ലഹരികടത്തിലേക്കും വഴിതിരിഞ്ഞാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം അജ്മലിൻ്റെയും ഒപ്പമുണ്ടായിരുന്ന ഡോക്ടറിൻ്റെയും ചുറ്റുപാടുകളും മറ്റ് സാഹചര്യങ്ങളുമെല്ലാം ഇതിന് വഴിതെളിയിക്കുന്നു. ഇത്തരം കേസുകളിൽ നീതിയുക്തമായ നിയമ നടപടികളിലേക്ക് പോകാൻ നമ്മൾ മടി കാണിക്കുന്നതും ഇവയ്ക്കുള്ള പ്രോത്സാഹനമാണ്. കുറഞ്ഞ പക്ഷം ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വാഹനം ഓടിച്ചാൽ അത് കണ്ടുപിടിക്കുന്നതിനുള്ള സംവിധാനങ്ങളെങ്കിലും നമ്മുടെ നാട്ടിൽ കൂടിയേ തീരൂ.